ഇന്ന് കോളേജിൽ കൊണ്ടുപോകാനായിട്ടൊരു പൊതിച്ചോറ് തയ്യാറാക്കാൻ രാവിലെ എണീച്ച് ചെന്നപ്പോൾ അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റി വെച്ച് പിന്നെ മെഴുക്കുവരട്ടിക്കുള്ളത് അടുപ്പിൽ വെച്ച് ഇത് ചെറിയ സോയാബീനാണ് പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്യും. ആദ്യം അത് വെള്ളത്തിൽ വേവിച്ച് അത് നന്നായിട്ട് വെള്ളം കയറും നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. എന്നിട്ട് അതിൽ മസാലകളെല്ലാം തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നിർബന്ധമില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ചെയ്യുന്നേ. അത് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം അതിൽ തട്ടിയിട്ട് നന്നായിട്ട് കരിമുരാ വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ കോവയ്ക്ക തോരനാണ്. അപ്പത്തടുപ്പ് ചായ ഇടാൻ വെച്ച് കോവയ്ക്ക തോരനെല്ലാം അരച്ച് അപ്പം അമ്മ പറഞ്ഞ് പെട്ടെന്ന് അരച്ചോ കറണ്ട് പോകുമെന്ന്. ഈ ഇല കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിൽ കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ. പിന്നെ ചക്ക അടുപ്പിൽ വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ അപ്പം വെച്ച് അപ്പം മുട്ടക്കറിയും കൂട്ടി രാവിലെ കഴിച്ചു. ഇത് ചോറ് കിട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും വലിയ സത്യത്തിൽ എനിക്ക് കിട്ടാൻ അറിഞ്ഞൂടെന്നുള്ളതാണ്. അപ്പോൾ സോയാബീനും തോരനും പാവയ്ക്ക മെഴുക്കുവരട്ടിയും ചക്കയും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് ചോറ് കിട്ടുകയാണ്. ആരും ഇത് കണ്ട് പേടിക്കണ്ട, എനിക്കിത് ചോറ് കിട്ടാൻ അറിഞ്ഞൂടാ, എനിക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന മാത്രം തിന്നാനേ അറിയാത്തുള്ളൂ. അപ്പം ഞാൻ എന്തിനാ ഇത്രയും വലിയ ചോറ് കൊണ്ടുപോകണേന്ന് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് തട്ടിയിട്ടാണ് തിന്നുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.